ബുക്ക് കണ്ടപ്പോൾ തന്നെ ചിലർക്കെങ്കിലും മനസ്സിലായല്ലോ, ഇന്ന് നമ്മൾ ജേർണലിംഗ് ചെയ്യാനാണ് പോകുന്നത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ജേർണൽ. ദാറ്റ് മീൻസ് ഞാൻ ഇതുവരെ ജേർണലിംഗ് ചെയ്തിട്ടില്ല. പല ക്രാഫ്റ്റ് വീഡിയോസിലും ജേർണൽസ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സോ ഭയങ്കര കൊതിയായിരുന്നു. ഇന്ന് ജനുവരി 31 ആണ്. നമ്മുടെ ഈ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 31 ഡേയ്സ് ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു ജേർണൽ ചെയ്തുകൂടാ. സോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച KFCയുടെ കവർ ഞാൻ ബ്രൗൺ കളർ ആയതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചൊരു കവർ ഉണ്ടായിരുന്നു. സോ അതെടുത്തിട്ട് ഞാൻ അങ്ങ് തുടങ്ങി. പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും നോക്കാതെയാണ് ഞാൻ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ സ്വന്തം സ്റ്റൈലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ജേർണലിംഗ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ എന്നൊന്നുമില്ല. സോ അതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ എൻ്റേതായ കുറച്ച് ഐഡിയാസൊക്കെ വെച്ചിട്ട് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. പിന്നെ ജേർണലിംഗ് എന്താണ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട്, ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മളോട് സ്വയം നടത്തുന്ന ഒരു കൈൻഡ് ഓഫ് ശാന്തമായ സംഭാഷണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ശരിക്കും. അതായത് നമ്മൾ ഡെയിലി ഡയറി എഴുതുന്നത് പോലും ജേർണലിങ്ങിൽ പെടും. സോ ദർ ആർ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ജേർണലിംഗ്. സ്റ്റൈൽസെന്നോ കൈൻഡ്സെന്നോ എന്ത് വേണമെങ്കിലും പറയാം. കാരണം ജേർണലിംഗ് കുറേ കൈൻഡ് ഉണ്ട്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, ഫ്രീ റൈറ്റിംഗ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കൈൻഡ് ഓഫ് ജേർണലിംഗ് ചെയ്യുക. നമുക്ക് എന്താണോ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നത് അങ്ങനത്തെ കൈൻഡ് ഓഫ് ചെയ്യുക. പിന്നെ ജേർണൽ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ചെയ്യുമ്പം ആ ഒരു പാറ്റേൺ മാത്രം ചെയ്യാനല്ല. നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് ജേർണലിംഗ്, അതായത് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ജേർണലിംഗ് നമുക്ക് ഒരു ജേർണലിൽ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ജേർണൽസിന് നമ്മൾ കോമൺ ആയിട്ട് പറയുക ഹൈബ്രിഡ് ജേർണലിംഗ് എന്നാണ്. ആ ഹൈബ്രിഡ് ജേർണലിനകത്ത് പല കൈൻഡ് ഉണ്ടാവും. ക്രിയേറ്റീവ്, പ്രോംപ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും ഒരു ജേർണലിൽ ചെയ്യുന്നതിനാണ് അങ്ങനെ പറയുന്നത്. സോ നമ്മളിന്ന് സിമ്പിളായിട്ടുള്ളൊരു ജേർണലിംഗാണ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട.